അടുപ്പിച്ച് മെസ്സേജൊക്കെ വരുമ്പോഴത്തേക്ക് അവിടെ ഒന്നും ചെയ്യണ്ട. അവിടെ അത് നല്ലതാണ്. ഞാൻ അവരെ വെറുപ്പിക്കാൻ വേണ്ടിയല്ലല്ലോ. അതായത് അവർ ചെയ്ത പ്രവൃത്തി നമ്മൾ അങ്ങോട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ നമ്മളെ ആഗ്രഹിക്കുന്നു എന്നാണ് അർത്ഥം. അത്രയും നാളും നീയായിരുന്നു മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നത്. മെസ്സേജ് എന്ന് വെച്ചാൽ അങ്ങോട്ട് നീ മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അവരിങ്ങോട്ട് എപ്പോഴേലും അയക്കും. നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്തൊന്നും അയക്കില്ല. അപ്പോൾ അവർ ബിസിയായിരുന്നു. ഇപ്പം ഞാൻ ബിസിയാണെന്നുള്ള ഫേക്ക് മുഖം മൂടി അനുസരിച്ച് നീ നിന്നപ്പം അവർക്കത് കൊണ്ട് അത് നീ ക്രിയേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ ഒരു ഇത് വേണം. അത്രയും ക്രിയേറ്റ് ചെയ്ത്, കാരണം അത്രമേൽ കൂടെ നിന്ന് അത്രമേൽ ആഗ്രഹിച്ച് നമ്മളൊരു മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒരാഴ്ച മുന്നോട്ട് വെക്കുമ്പോൾ അവരത് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല, അവരത് നോക്കുന്നില്ല, പ്രതീക്ഷിക്കുന്നില്ല, ഒന്നുമില്ല. അത് ശരിയല്ലല്ലോ. നമ്മൾ ഒരു സൈഡിൽ നിന്ന് മാത്രം മെസ്സേജും കോളും ചെയ്തോട്ട് കാര്യമില്ല. അപ്പം നമുക്കൊരു വിലയില്ലാതാകും. ആ വില വരുത്തണം എന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു സ്പേസ് ഉണ്ടാക്കിയേ തീരും. അത് വേണം. അങ്ങനെ സ്പേസ് ഉണ്ടാക്കി എടുക്കുമ്പോഴാണ് നമ്മളാരാണ്, നമ്മുടെ വില എന്താണെന്ന് നമുക്ക് തന്നെ ഒരു വ്യക്തത വരും. അവർക്ക് നമ്മളാരാണെന്നുള്ള ഒരു വ്യക്തത വരും. മനസ്സിലായോ? നിൻ്റെ കൂടെ നിൽക്കുന്നവർ എത്ര പേരാണ് നിന്നെ യൂസ് ചെയ്യുന്നതെന്നും എത്ര പേര് നിന്നെ ആഗ്രഹിക്കുന്നുണ്ടെന്നും നിൻ്റെ ഒരു കോള്, നിൻ്റെ ഒരു ആക്ട് പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് നിനക്ക് തന്നെ ഒരു ഓഡിറ്റ് മനസ്സിലാക്കും, ഒരു റീതിങ്കിങ്. അത് നല്ലതാണ്. ഞാൻ അവരെ വെറുപ്പിക്കാൻ വേണ്ടിയല്ലല്ലോ. അതായത് അവർ ചെയ്ത പ്രവൃത്തി നമ്മൾ അങ്ങോട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവർ ഭയങ്കര ബിസിയായി സംഭവമായി പോയി കഴിയുമ്പോൾ ഒരുപാട് ആഗ്രഹിച്ച സമയമുണ്ട്. ഇപ്പം ഞാനിപ്പോൾ അങ്ങോട്ട് പറയുന്ന ഒരു മെസ്സേജ് ഒന്നും കണ്ടില്ല, കേട്ടില്ല, ഞാൻ ബിസിയായിരുന്നവർക്ക് പറയാം. പക്ഷെ അതൊരു ഫേക്ക്, ആ ഒരു ഫേക്ക് മുഖംമൂടിയാണെന്ന് നമുക്ക് നന്നായിട്ടറിയാം. രണ്ട് പേർക്കിട്ടും കൊടുത്തിട്ടുണ്ട്. അതൊരു ദേഷ്യത്തിൻ്റെ പുറത്തോ ഒരു വൈരാഗ്യത്തിൻ്റെ പുറത്തോ അതൊന്നുമല്ല. അതൊരു നമ്മളീ റീതിങ്കിങ്, നമ്മളാരാണോ നമുക്കിന് ബോധ്യം വരുന്ന, അവർക്ക് നമ്മളാരാണെന്നൊരു ബോധ്യം വരുത്താനുള്ള പരിപാടി, അത്രേ ഉള്ളൂ. ഒരു മാസമായി അവർ മെസ്സേജ് അയക്കുന്നു, ഞാൻ റിപ്ലൈ കൊടുക്കില്ല. അത് ഒരു നല്ല കാര്യം എന്ന് വെച്ചാൽ ഇത് പരീക്ഷിച്ച് വിജയിച്ചുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ഇത് കേട്ടിരിക്കുന്നവർക്ക് മനസ്സിലാകും ഇത് നല്ല രീതിയിൽ ഇത് എന്താ പറയുന്നത്, ഒരു വിജയിച്ച കാര്യമാണ്. ഇപ്പോൾ ഓരോരുത്തർ നമ്മളെ പ്രതീക്ഷിക്കും, നമ്മളൊരു മെസ്സേജ് കിട്ടാതെ അവരുടെ സമയം മാറ്റി വെച്ച് നമ്മളെ പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്ക് സൗകര്യം ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും നമ്മളൊരു എന്തെങ്കിലും ഒരു മെസ്സേജ് നല്ല ആക്റ്റീവ് ചെയ്യുമ്പം അവർ നമ്മളെ നിഗ്ലക്റ്റ് ചെയ്യും. ഇതിപ്പം വീക്കെൻഡ് ആയതുകൊണ്ട് മാത്രമാണ്, ഇവിടെ ഒരു അടിവരയിട്ട് വെച്ചോ, ഇത് വീക്കെൻഡ് ആയതുകൊണ്ട് മാത്രമാണ്. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇത് വരില്ല, നടക്കില്ല. ഭയങ്കര ബിസിയായി വീക്കെൻഡിൽ മാത്രമേ നടക്കുകയുള്ളൂ, മെസ്സേജ് ആയിക്കോളൂ. തിരക്കായി പോട്ടെ. ഇനി സ്പേസ് കൂടുക, കാരണം അതങ്ങനെയാണ്. നമ്മൾ അതുവരെ ഉണ്ടാക്കിയത് നമുക്ക് തുറിയും കുത്തി ഒരു പണിയില്ലാതെ സമയത്ത് ചെയ്ത പരിപാടിയാണ് അതൊക്കെ. നമ്മൾ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആ ഒരു ബിൽഡിങ്ങിലാണ് കാര്യം. ഇനി അത് പച്ചപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ പോട്ടെ, നല്ലതാണ്. ഒരു സ്പേസ് ഉണ്ടാക്കുന്നത് നല്ലതാണ്. ഇത് നല്ലതാണെന്ന് വെച്ചാൽ നല്ലതല്ല, ദോഷം ചെയ്യും. കാരണം ഇപ്പോൾ ഉള്ളതും കൂടെ ഇല്ലടാ ചൊല്ലക്കണ്ണ എന്ന് പറഞ്ഞുകൊണ്ട് പോകുള്ളൂ. വെറുപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്, ശരിയല്ലേ? വെറുപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. ചെറിയൊരു മരുന്ന് കൊടുത്തു, ചെറിയ തെറ്റ് ചെയ്തു, ചെറിയൊരു മുറിവുണ്ടായിരുന്നു, ചെറിയൊരു ഇതുണ്ടായിരുന്നു, അതിനുള്ള മരുന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്, 2 പേർക്കും കൊടുത്തിട്ടുണ്ട് എന്ന് വേണം പറയാം. അപ്പം അങ്ങനെ വരുമ്പോൾ ഇത് നല്ലതോ ചീത്തയെന്ന് പറയാൻ പറ്റില്ല, ഇതൊരു നല്ല കാര്യമാണ്. കാരണം
എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യമാണ്. കാരണം അത് കൊടുക്കണമായിരുന്നു, കുറച്ചുകൂടി മുമ്പേ ചെയ്യേണ്ട കാര്യമാണ്. കാരണം ഇപ്പോഴാണ് ഞങ്ങളൊരു ഇത് വന്നത്, 2 പേർക്ക് അവർക്ക് നമ്മളാരാണെന്ന് ഇത് മനസ്സിലാക്കി കൊടുക്കണ്ടേ. വെറുതെ നമ്മളെ യൂസ് ചെയ്തിട്ട് അവരുടെ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പം അവിടെ നമ്മുടെ വില എന്താണെന്ന് മനസ്സിലാകണം. നമ്മൾ ഒരു ബഫോൺ പോലെ കിടന്ന് തുള്ളിയിട്ട് കാര്യമില്ല. നമ്മളെ യൂസ് ചെയ്ത് അവരുടെ കാര്യം നടത്തിയിട്ട് നമ്മളെ കോതമ്പ് ജയന്തി പോലെ തള്ളിക്കളയാൻ പറ്റില്ല, ചെയ്യാൻ പാടില്ല. അത് ചെയ്യുമെന്ന് ചോദിച്ചാൽ 0.99% ചിലപ്പോൾ ആയെന്ന് വരാം. തിരക്കൊണ്ടാവാം അവരിങ്ങനെ മാറിപ്പോയെന്നും പറയാം. പക്ഷേ എൻ്റെ ചോദ്യം ഇത്രേ ഉള്ളൂ, ഞാൻ ഇത്രയും മോശം സിറ്റുവേഷനിൽ പൊക്കോളുന്ന സമയത്ത് അവരൊരൊറ്റ വാക്ക് പറഞ്ഞില്ലല്ലോ എന്നാണ്. അത്രമേൽ സ്നേഹമുള്ളവരാണെങ്കിൽ ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ. ഞങ്ങളിങ്ങനെ നശിച്ച് ഇരിക്കുന്ന ഒരു മോശം സിറ്റുവേഷനിൽ ഇരിക്കുന്ന സമയമാണ്. അപ്പം അതൊന്ന് പറഞ്ഞ് തിരുത്തി കൂടെ. ഇപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അവർ ചെയ്യണം നിർബന്ധമൊന്നുമില്ല, അതൊരു സത്യം. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് കിട്ടാതെ വരുമ്പം അവരെ ഒഴിവാക്കുക. നമ്മളെ യൂസ് ചെയ്യാതിരിക്കുക. യൂസ് ചെയ്യുന്നുണ്ടെന്ന് നിനക്ക് തോന്നുവാണെങ്കിൽ അതൊന്ന് റീതിങ്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ്. ഇതെല്ലാവർക്കും ചെയ്യാവുന്ന പരിപാടിയേ ഉള്ളൂ. കട്ട നെഗ്ലിജൻസ് ചെയ്താൽ മതി. ഫോൺ വിളിച്ചാൽ ഇടുക, അങ്ങനല്ല, മെസ്സേജ് അയക്കുന്നതിന് റിപ്ലൈ കൊടുക്കാതിരുന്നാൽ മതി. ഐഡിയ വർക്കൗട്ടാണ്. എല്ലാവർക്കും ചെയ്യുന്ന പരിപാടിയേ ഉള്ളൂ. അതായത് ആർച്ചീവ് കയറ്റിയിട്ടാൽ മതി. ആർച്ചീവ് എന്നാണ് അതിൻ്റെ പേര്. ആർച്ചീവ് ചാറ്റിലോട്ട് കയറ്റിയിട്ടാൽ മതി. കുറേ ഒരു 2 ദിവസം അടുപ്പിച്ച് മെസ്സേജൊക്കെ വരുമ്പോഴത്തേക്ക് അവിടെ ഒന്നും ചെയ്യണ്ട. അവിടെ നമ്മളെ ആഗ്രഹിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പം ശരി.